തൃശൂർ മേയറായി നിജി ജസ്റ്റിൻ തൃശൂർ മേയറായിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. തൃശൂർ തലപ്പൊക്കത്തേക്ക് നിജി ജസ്റ്റിൻ ഇനി ഭരിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഏറെ വിവാദമായ ഒരു വിഷയം കൂടിയാണ് തൃശൂർ കോർപ്പറേഷൻ എന്ന് വേണം പറയാൻ. ഏതായാലും ലാലി ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നു. രാവിലെ തന്നെ ഏതായാലും ലാലി ജെയിംസിന്റെ ഒരു പ്രതികരണം കേട്ടിരുന്നു. കോൺഗ്രസിനിടയിൽ ചില ഭിന്നതകൾ ഉണ്ടായി എന്ന് ലാലി പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ലാലിയും നിജിക്ക് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിജി ജസ്റ്റിന് 35 പേരുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു സ്വതന്ത്ര അടക്കം ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഡോക്ടർ നിജി ജസ്റ്റിൻ ഇനി തൃശൂരിന്റെ മേയറാണ്. വിവരങ്ങളുമായി കാളിദാസനാണ് ചേരുന്നത്. കാളിദാസൻ, എന്തായാലും തൃശൂർ മേയറായി നിജി ജസ്റ്റിൻ ഇപ്പോൾ വന്നിരിക്കുന്നു. 35 പേരുടെ പിന്തുണയാണ്, സ്വതന്ത്രന്റെയും വോട്ട് നിജിക്ക് ലഭിച്ചിരിക്കുന്നു. ഏറെ ശ്രദ്ധിക്കേണ്ടത് കാളിദാസൻ, എന്തായാലും ലാലി ജെയിംസും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൃപ്തിയുണ്ടെങ്കിലും പാർട്ടിയിലുള്ള ആൾക്ക് തന്നെ ലാലിയും ഇപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തു എന്നൊരു വിവരം കൂടിയുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് കാളിദാസൻ? അത് ശരി തന്നെയാണ് രേണുക. കാരണം ലാലി ജെയിംസ് വിട്ട ആരോപണങ്ങൾ, ലാലി ജെയിംസിൻ്റെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഈ ഒരു മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും അധികം UDF ഭയപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങളായിരുന്നു. പക്ഷേ അതൊന്നും ഇത്തരത്തിൽ ഒരു കൗൺസിൽ യോഗത്തിലൊന്നും അതൊന്നും അങ്ങനെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 33 പേര് അടങ്ങുന്ന അല്ലെങ്കിൽ 33 കൗൺസിലർമാരാണ് UDFനൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 35 പേരുടെ പിന്തുണ ലഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ നിർണായകം. കാരണം 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ UDFനെ പിന്തുണച്ചു എന്നുള്ളതാണ്. ആ പിന്തുണയിലൂടെ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഡോക്ടർ നിജി ജസ്റ്റിൻ. 56 അംഗ കോർപ്പറേഷൻ കൗൺസിലാണത്. അവിടെ 33 കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവർക്കൊപ്പം പിന്തുണയുള്ള അല്ലെങ്കിൽ അവരുടെ കൗൺസിലർമാരെന്ന് പറയുന്നത്. ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ അത് 11 പേരാണ്. ബി ജെ പിക്ക് അത് 12. അങ്ങനെ പ്രതിപക്ഷമായി അങ്ങനെ BJP അവിടെയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലേക്കൊക്കെ ഇവരെല്ലാവരും ഓരോരുത്തരെയും മത്സരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് ഇവർ കൃത്യമായി മത്സരിച്ചു. മാത്രമല്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതും കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള മേയർ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ രണ്ടാമതും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധി അറിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള ഈ പ്രക്രിയകളിലേക്കൊക്കെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യഘട്ടവും 2ാം ഘട്ടവും ഒക്കെ തന്നെ കടന്നേക്കാം എന്നുള്ള സൂചനകളാണ്. കോഴിക്കോട്ടെ സാഹചര്യം നമുക്കറിയാം. അപ്പോൾ അതേപോലെയുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. കേവലം ഭൂരിപക്ഷം കടന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ മറ്റു മുന്നണികളുടെ അംഗസംഖ്യയും ഒക്കെ തന്നെ നിർണായകമാവാറുണ്ട് പല ഘട്ടങ്ങളിലും. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള വലിയ നാടകീയ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. വലിയ നാടകീയ ചേഞ്ചുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയൊരു മിറാക്കിൾ അല്ലെങ്കിൽ അങ്ങനത്തേതിനൊന്നും സാധ്യതയില്ല. അപ്പോൾ എന്തായാലും പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് മുന്നണികളെല്ലാം കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ നിജി ജസ്റ്റിൻ ആയിരുന്നു UDFൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത്. നിജി ജസ്റ്റിൻ എന്നുള്ള പേരിലേക്ക് എത്താനുണ്ടായ ആ ഒരു പരിണാമം നമ്മൾ കണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസമല്ല മണിക്കൂറുകൾക്ക് മുമ്പേ ലാലി ജെയിംസിൻ്റെ ആരോപണങ്ങളാണ് ഇതിൽ ഡോക്ടർ നിജി ജസ്റ്റിനെ സംശയമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ലാലി ജെയിംസ് നടത്തുകയുണ്ടായി. AICCയെ പെട്ടിയുമായി പോയി കണ്ടു എന്നുള്ള തരത്തിലൊക്കെയാണ് ചില ആരോപണങ്ങളൊക്കെ നടത്തിയിരുന്നത്. തന്നെ പരിഗണിച്ചില്ല, തന്നെ അവഗണിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ലാലി ജെയിംസ് പ്രതികരിച്ചത്. അതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്തായിരിക്കും ലാലി ജെയിംസിന് നടപടി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലും കൗൺസിൽ യോഗത്തിനെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ലാലി ജെയിംസ് മടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ പ്രക്രിയകളിൽ നിന്നൊന്നും വിട്ടു നിന്നിട്ടില്ല. എറണാകുളത്തെ സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു ചില തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ എറണാകുളത്ത് ദീപ്തി മേരി വർഗീസിൻ്റെ പേരുകൾ മറ്റാരും പറഞ്ഞില്ല എന്നുള്ളതാണ്. VK മിനിമോളുടെ പേരാണ് പറഞ്ഞത് എന്നുള്ള തരത്തിലാണ് എറണാകുളത്തെ സാഹചര്യം. ഞാൻ തൃശ്ശൂരിലേക്ക് പറയുകയാണെങ്കിൽ ലാലി ജെയിംസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ എടുത്ത് സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ലാലി ജെയിംസ് പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പാർട്ടിക്കുള്ളിലെ മുന്നണിക്കുള്ളിൽ എന്ത് നടന്നു എന്നുള്ളത് ലാലി ജെയിംസ് പറയുന്നത് അനുസരിച്ചാണ് നമ്മളിപ്പോൾ അത് ക്വോട്ട് ചെയ്യുന്നത്. കാരണം ലാലി ജെയിംസ് പറയുന്നതും അല്ലെങ്കിൽ നിരവധി പേർ ലാലി ജെയിംസിൻ്റെ പേര് തന്നെ മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു എന്നുള്ളതാണ്. നിരവധി പേരെ പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ്. പിന്നീട് എന്തുകൊണ്ട് ഡോക്ടർ നിജി ജസ്റ്റിനിലേക്ക് വരാൻ കാരണമായി എന്നുള്ളതൊക്കെ ലാലി ജെയിംസ് പറയുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം എന്നുള്ളത് കടുത്ത ആരോപണം തന്നെയാണ്. കാരണം കൈക്കൂലി ആരോപണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒരു ആരോപണം ലാലി ജെയിംസ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി
കൂടി ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിലെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ്, പ്രമുഖ ഗൈനക്കോളജിസ്റ്റാണ്. അങ്ങനെയുള്ള ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി അധികാരമേൽക്കുകയാണ്. നമുക്കറിയാം ഇനി വരുന്ന നാളുകൾ എന്ന് പറഞ്ഞത് തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരങ്ങളുടെ നഗരിയാണ്. ഇനി വരുന്ന കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം മേയർ തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു മേയർ കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഡോക്ടർ നിജി ജസ്റ്റിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നമുക്ക് ഈ തൃശ്ശൂർ പൂരം അടക്കമുള്ള നിരവധി പൂരങ്ങളുണ്ട്, അവിടെ നടന്ന വിവാദങ്ങളുണ്ട്. സ്കൂൾ കലോത്സവം ഈ കൊല്ലം അങ്ങോട്ട് വരികയാണ്. ഈ ജനുവരി ആദ്യവാരം 2ാം വാരത്തോടുകൂടി അവിടെ സ്കൂൾ കലോത്സവം വരികയാണ്. അപ്പോൾ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഡോക്ടർ നിജി ജസ്റ്റിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഉണ്ടാവുക എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഡോക്ടർ നിജി ജസ്റ്റിൻ 35 പേരുടെ പിന്തുണയോടെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായി അധികാരമേൽക്കുകയാണ്. രേണുക, അതുതന്നെയാണ് കാളിദാസൻ. എന്തായാലും മേയർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഇനി തൃശ്ശൂരിന്റെ മേയറായിരിക്കുന്നു. 35 പേരുടെ പിന്തുണ നേടിയാണ് തൃശ്ശൂരിന്റെ തലപ്പൊക്കത്ത് ഭരണം കൈയാളാൻ നിജി എത്തിയിരിക്കുന്നത്. 33 പേരാണ് UDF ഉള്ളത്. എന്നാൽ 2 സ്വതന്ത്രരുടെ വോട്ട് കൂടി ഇപ്പോൾ നിജി ജസ്റ്റിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ 35 പേരുടെ പിന്തുണയോടെ തൃശ്ശൂർ ഇനി നിജി ജസ്റ്റിൻ നയിക്കും. എന്തായാലും വലിയൊരു ആഘോഷം തന്നെയാണ് UDF ഇപ്പോൾ